ഹായ് ഫ്രണ്ട്സ്, കായലുകളുടെ നാടായ കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലിലെ ഒരു കൊച്ചു ദ്വീപായ സാമ്പ്രാണിക്കോടിയുടെ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. യാത്രയുടെ തുടക്കം തന്നെ വളരെ രസകരമായിട്ടാണ് ആരംഭിച്ചത്. രാവിലെ തുറന്ന തട്ടുകടയിൽ ഫുഡ് റെഡിയാകാൻ താമസമുള്ളതിനാൽ അവിടെ പൊറോട്ടയൊക്കെ ഞങ്ങൾ തന്നെ സ്വന്തമായി അടിച്ച് ഫുഡൊക്കെ കഴിച്ചുള്ള യാത്ര ഒരു മറക്കാനാകാത്ത അനുഭവമാണ്. പൊറോട്ടടി അടി വന്നിട്ട് അടിപൊളി എക്സ്പെർട്ട് ടീമാ. എവിടെ പോയാലും ജീവിക്കും. രാവിലെ 6 മണിക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ്. 6 മണിയായോ? 6 മണി. സൂപ്പർ. ഫുഡൊക്കെ അടിച്ച് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് സാമ്പ്രാണിക്കൊടി പ്രാക്കുളത്താണ്. DTPCയുടെ മണലിൽ ബോട്ട് ടെർമിനൽ 2 ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഐലൻഡിലേക്ക് പോകുവാനായി DTPCയുടെ 3 ടെർമിനലുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും 7 പേർക്ക് യാത്ര ചെയ്യാവുന്ന ബോട്ടിലാണ് നമ്മൾ ഐലൻഡിലേക്ക് പോകുന്നത്. ഒരാൾക്ക് 150 രൂപ ടിക്കറ്റ് ചാർജ് നൽകണം. നമുക്ക് ബോട്ടിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് ഓൺലൈനായും സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറിന് സമീപത്തായി കായൽക്കരയിൽ കുറച്ച് ബെഞ്ചുകളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ബോട്ട് വരുന്നിടം വരെ അവിടെ ഇരുന്ന് കായൽ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുവാൻ സാധിക്കും. പണ്ട് കാലത്ത് ചൈനീസ് ചെറു കപ്പലുകൾ കച്ചവടത്തിനായി വന്നിരുന്ന സ്ഥലമായിരുന്നു ഇവിടം. ഈ ചെറു കപ്പലുകൾ ചാപ്രാണി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആ പേര് സാമ്പ്രാണി എന്ന് കാലക്രമേണ രൂപാന്തരപ്പെടുകയാണ് ഉണ്ടായത്. അഷ്ടമുടിക്കായലിൽ നാഷണൽ വാട്ടർവേ നിർമ്മിച്ചപ്പോൾ വാരി കൂട്ടിയ മണലിൽ കണ്ടൽക്കാടുകൾ വളർന്നപ്പോഴാണ് ഈ ഐലൻഡ് രൂപപ്പെട്ടത്. നമ്മളങ്ങനെ ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ബോട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള ബെർത്തുകളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മൾ തിരിച്ചു പോകുന്നത് വരെ നമ്മുടെ ബോട്ട് ഇതിന് സമീപത്തായിട്ട് വെയിറ്റ് ചെയ്യും. എന്തായാലും ഇവിടെ എത്തുന്നവർക്കെല്ലാം വളരെ കൗതുകം നിറഞ്ഞ കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് നല്ല ഭംഗിയുള്ള നിരവധി ഫോട്ടോ പോയിന്റുകൾ കാണാൻ സാധിക്കും.
ഇത് പച്ചക്ക് തിന്നുന്ന സാധനമാണോ അതോ പച്ചക്ക് തിന്നുമോ? കറി വെക്കുന്നുണ്ട്. ഫ്രൈ ഇപ്പൊ പറ്റത്തില്ലോ, ഇപ്പൊ ഒന്നും കഴിക്കാൻ പറ്റുന്ന സാധനമല്ലോ. പച്ചക്ക് കഴിക്കുന്നുണ്ട്. പച്ചക്ക് ഒരു ശകലം നാരങ്ങ ഷുഗറിനൊക്കെ പ്രശ്നമാണ്. മുരിക്കാം അല്ലേ, അങ്ങനെ പേരില്ലേ? മുരിങ്ങ ഷുഗറിനൊക്കെ പ്രശ്നമാണ്. പച്ചക്ക് കഴിക്കാൻ പറ്റുമെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. ഈ വെള്ളത്തിന് മുകളിൽ സജ്ജീകരിച്ചിരിക്കുന്ന ചെറിയ ചെറിയ ഷോപ്പുകൾ ഇവിടെ എത്തുന്നവർക്ക് ഒരു ആശ്വാസമാണ്. നമുക്കൊന്ന് കൂളാകാൻ വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ ലഭ്യമാണ്. കുടുംബസമേതം സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇവിടെ ആളുകൾ എത്തിയിട്ടുണ്ട്. കുട്ടികളൊക്കെ ഇവിടെ ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. ചിലരൊക്കെ ഇവിടെയുള്ള കണ്ടൽക്കാടിൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് ഫോട്ടോയും മറ്റും എടുക്കുന്നുണ്ട്. അഷ്ടമുടിക്കായലിലെ തെളിഞ്ഞ ജലാശയവും നീലാകാശവും പച്ചപ്പ് നിറഞ്ഞ കണ്ടൽക്കാടുകളും ദേശാടന പക്ഷികളും നമുക്ക് നല്ലൊരു യാത്രാനുഭവമാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ഇവിടെ കണ്ടൽക്കാടുകൾ കാണുന്നതിനായി ചെറുവഞ്ചികൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരാൾക്ക് 100 രൂപ നൽകിയാൽ നമുക്ക് ഈ വള്ളത്തിൽ അരമണിക്കൂറോളം യാത്ര ചെയ്ത് ഈ കണ്ടൽക്കാടുകളൊക്കെ കണ്ട് മടങ്ങി വരാൻ സാധിക്കും. കേരളത്തിലെ ഏറ്റവും ആഴമുള്ള കായലായ അഷ്ടമുടിക്കായലിന് നടുക്കുള്ള ഈ അത്ഭുതം തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആവോളം ആസ്വദിച്ച ശേഷം ഞങ്ങൾ തിരികെയുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.